$6 ബില്യൺ 600 കോടി രൂപ ഇറാന് വിട്ടുകൊടുക്കാൻ അമേരിക്ക ഇറാൻ പ്രതിനിധികളെ സംഘങ്ങളുടെ ചർച്ചയിൽ തീരുമാനമായി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെസസ്കിയാൻ പറഞ്ഞത്. ഇത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ആയിരിക്കും കൂടെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്ക സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാണോ ഈ 6 ബില്യൺ? അല്ല, അമേരിക്ക ഖത്തറിൽ മരവിപ്പിച്ച ഇറാന്റെ 6 കോടി രൂപയാണ്. അതായത് ഇറാന്റെ സ്വത്ത് തന്നെയാണ്, പക്ഷെ അത് ഖത്തറിലെ അക്കൗണ്ടുകളിലാണ് ഉള്ളത്, ഖത്തറിലെ ബാങ്ക് അക്കൗണ്ടുകളിലാണ് ഉള്ളത്. അതാണ് ആ മരവിപ്പിച്ച $6 ബില്യൺ 600 കോടി രൂപയാണ് ഇപ്പൊ വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനമായിരിക്കുന്നത്. സത്യത്തിൽ അമേരിക്കയുടെ ഒരു ചെറിയ ചതി അതിനകത്തുണ്ടെന്നും കൂടെ പറയാട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ഈ $6 ബില്യൺ 600 കോടി രൂപ ഇറാന്റെ സ്വത്ത് ഖത്തറിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയത്, അത് ആദ്യം മനസ്സിലാക്കണമല്ലോ. അപ്പൊ അത് യഥാർത്ഥത്തില് ദക്ഷിണ കൊറിയ ഇറാനിൽ നിന്നും വാങ്ങിയ എണ്ണയുടെ പൈസയാണത്. അതായത് ഈ ഒരു രാജ്യത്തിനും ഇറാന്റെ അക്കൗണ്ടുകളിലോട്ട് നേരിട്ട് പണം നിക്ഷേപിക്കാൻ പറ്റത്തില്ല. സ്വിഫ്റ്റ് കോഡിൽ നിന്നെല്ലാം ഈ ഇറാന്റെ ബാങ്കുകളെല്ലാം പുറത്തായതുകൊണ്ടും അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്നത് കൊണ്ടും അത് പറ്റൂല. അപ്പൊ സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ദക്ഷിണ കൊറിയ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ദക്ഷിണ കൊറിയ എന്ത് ചെയ്യും? ദക്ഷിണ കൊറിയയിലെ തന്നെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ ആ പൈസ ഇടും. എന്നിട്ട് ഇറാൻ എന്ത് ചെയ്യും? ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആ പൈസ ഉപയോഗിച്ചിട്ട് ദക്ഷിണ കൊറിയയിൽ നിന്ന് വേറെ സാധനങ്ങൾ വാങ്ങിയിട്ട് എന്ത് ചെയ്യും? ഇറാനിലോട്ട് വരും. അല്ലാതെ പൈസ നേരിട്ട് ഇറാന്റെ അക്കൗണ്ടിലോട്ട് വരുന്നില്ല. അപ്പൊ ഈ ഉപരോധം കാരണം കുറച്ച് പൈസ അവിടെ കുടുങ്ങിക്കിടന്നു. എന്നിട്ട് ഇതെങ്ങനെ വിട്ടുകൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 2023 അമേരിക്കയും ഇറാനും തമ്മിൽ തടവുകാരുടെ ഒരു കൈമാറ്റ കരാർ ഉണ്ടായി. അതായത് ഇറാനില് തടവിൽ കിടക്കുന്ന 5 അമേരിക്കക്കാരെ ഇറാൻ അമേരിക്കക്ക് വിട്ടുകൊടുക്കും. അമേരിക്കയിൽ തടവിൽ കിടക്കുന്ന 5 ഇറാൻകാരെ അമേരിക്ക എന്ത് ചെയ്യും? ഇറാനും വിട്ടുകൊടുക്കും. അതിന്റെ ഭാഗമായിട്ട് ഇറാൻ വെച്ച അടുത്ത ഒരു കാര്യമായിരുന്നു ദക്ഷിണ കൊറിയയില് കുടുങ്ങിക്കിടക്കുന്ന ആ പൈസ ഖത്തറിലെ അക്കൗണ്ടിലോട്ട് മാറ്റണം എന്നുള്ളത്. എന്നിട്ട് ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ആ പൈസ ഖത്തറിന്റെ അക്കൗണ്ടിലോട്ട് മാറ്റി. എന്നിട്ട് അവിടെ വേറൊരു ഒരു ക്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല, വേറൊരു കാര്യം കൂടെ അവിടെ ഉണ്ടായിരുന്നു. ആ പൈസ എന്താ പറയാ, മാനുഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോ മരുന്ന്, ഭക്ഷണം പോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രമേ ആ പൈസ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടെ അമേരിക്ക മുന്നോട്ട് വെച്ചു. എന്നിട്ട് അമേരിക്ക തന്നെ വീണ്ടും ഈ സാധനം ഉപരോധിച്ച് ഫ്രീസ് ചെയ്തു. അതിന്റെ റീസൺ, കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു അധിനിവേശത്തില്, ആ ഒരു വാറില് ഇറാൻ ആക്ച്വലി ഹമാസിനെ സഹായിക്കുന്നുണ്ട് എന്ന കാരണം പറഞ്ഞിട്ടാണ് ആ പൈസ എന്ത് ചെയ്ത് ഖത്തറിൽ മരവിപ്പിച്ചത്. കാരണം ഖത്തർ എന്ന് പറയുന്നത് ഈ രണ്ടു കൂട്ടർക്കും ഒരേപോലെ മീറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പോയിന്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഹമാസിന് ആയുധങ്ങൾ വാങ്ങാനൊക്കെ ഉള്ള ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഈ പൈസ ഉപയോഗിക്കാം എന്നുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടാണ് അത് അന്ന് എന്ത് ചെയ്തത്, അവര് മരവിപ്പിച്ച് വെച്ചത്. അപ്പൊ ആ പൈസ, ആ $6 ബില്യൺ ഏകദേശം 600 കോടിയോളം രൂപയാണ് ഇപ്പോ ഈ ഇറാന് വിട്ടുകൊടുക്ക എന്ന തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. അത് ആക്ച്വലി ഇപ്പൊ പുറത്ത് പറഞ്ഞിരിക്കുന്നത് മസൂദ് പെസസ്കിയാൻ ആണ്. അതിൽ പുള്ളി രസകരമായിട്ട് പറഞ്ഞ കാര്യം, ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉറക്കം പോകുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആയിരിക്കും എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആട്ടോ, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉറക്കം പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ ഇറാനുണ്ട്. അപ്പൊ ഈ ചർച്ചയിലൂടെ ഇറാൻ ശ്രമിക്കുന്നത് ഇതുപോലെ പല ഭാഗങ്ങളിലായിട്ട് കുടുങ്ങിക്കിടക്കുന്ന ഇറാന്റെ സ്വത്തുക്കൾ വിട്ടുകിട്ടുന്ന രീതിയിലേക്കും കൂടെ ഇറാൻ ഈ ചർച്ചകളെ മാറ്റുന്നു. സത്യത്തില് ഈ യുദ്ധം കഴിയുമ്പോ കുറച്ച് പൈസ ഉണ്ടാക്കുന്നത്, കുറച്ച് കാശ് ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തില് ഇറാൻ ആയിരിക്കും എന്നുള്ളതാണ്. അവരുടെ അടുത്ത മിസൈൽ പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള റിസർച്ചിന് വേണ്ടിയിട്ട് കാശ് ഉണ്ടാക്കാം. അതേ കാശ് അവർക്ക് ഉപയോഗിക്കാം. പുതിയ ഡ്രോണുകള്, പുതിയ ബോട്ടുകൾ, മോസ്കിറ്റോ ഫ്ലീറ്റിലേക്ക് പുതിയ സാധനങ്ങൾ ആഡ് ചെയ്യാം. ഇതിനൊക്കെ ഇവർക്ക് ഈ പൈസ ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഇനിയിപ്പോ സ്വിഫ്റ്റിലേക്കൊക്കെ തിരിച്ചു കയറാനും കൂടെ പറ്റിയാണ്. എണ്ണ ഉപരോധമൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ
നോക്കി നിൽക്കേണ്ട, ഇസ്രായേലിന്റെ അടിവേരളക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇറാനും ഇസ്രായേലും ഈ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ അത്ര നല്ല രസത്തിലൊന്നും അല്ല ഇപ്പൊ പോകുന്നത്. ട്രംപ് ഇടയ്ക്കിടയ്ക്കൊക്കെ നെതന്യാഹുവിനെ പൊക്കി അടിക്കുന്നുണ്ടെങ്കിൽ കൂടെ ചെറിയൊരു അസ്വാരസ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇവര് ബൈ ബൈ ചങ്കന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ വേറെ ഡൗട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ വാർത്തകൾ വരുന്നത്. ഇനിയിപ്പോ പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ ഇറാന്റെ സ്വത്തുക്കള് കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഏകദേശം $7 ബില്യൺ, $7 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 700 കോടി രൂപയോളം ഇന്ത്യയില് ഇറാന്റെ സമ്പത്ത് കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാലോ, ഇന്ത്യ ആക്ച്വലി ഇറാനുമായിട്ട് ഈ അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്ന സമയത്തടക്കം ട്രേഡ് ഉണ്ടായിരുന്ന രാജ്യമാണ്. അതായത് യൂക്കോ ബാങ്ക് ആണെന്നാണ് എന്റെ ഓർമ്മ. ഇന്ത്യ എന്ത് ചെയ്യും, ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിക്കും, ആ എണ്ണയുടെ പൈസ യൂക്കോ ബാങ്കിൽ ഇട്ട് വെക്കും. എന്നിട്ട് ആ യൂക്കോ ബാങ്കിൽ നിന്ന് ആ കാശ് എടുത്തിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് തന്നെ ആര് വാങ്ങിക്കും, ഇറാൻ വാങ്ങിക്കും. എന്നിട്ട് അത് ഇറാനിലോട്ട് കൊണ്ടുപോകും. സത്യത്തിൽ ഇന്ത്യക്ക് ഭയങ്കര എന്താ പറയാ നല്ല ഒരു ഡീലായിരുന്നു അത്. ഇന്ത്യ യഥാർത്ഥത്തിൽ ഇറാനിലോട്ട് കൊടുക്കുന്ന ആ പൈസ ഇറാനിലോട്ട് പോവാതെ അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തന്നെ വീണ്ടും തിരിച്ചിറങ്ങുന്ന രീതിയിലേക്കായിരുന്നു ആ കളി. പക്ഷെ അത് അമേരിക്ക ഇടപെട്ടിട്ട് അത് നിർത്തി. പിന്നെ 2018 ശേഷമാണെന്ന് തോന്നുന്നു, 2018 ശേഷം പിന്നീട് ഇന്ത്യ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ അവസാനമായിട്ട് വാങ്ങിച്ച ആ എണ്ണയുടെ കാശൊക്കെ എപ്പോഴും അവിടെ ഇവിടേക്ക് ആയിട്ട് ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ പോകെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങിക്കിടക്കുന്ന ഈ സ്വത്തുക്കളെല്ലാം തന്നെ ഇറാന് വിട്ടുകിട്ടുന്നതിലേക്കും യുദ്ധാനന്തരം കുറച്ച് പൈസ ഉണ്ടാക്കുന്ന തലത്തിലേക്ക് ഇറാൻ മാറാൻ കൂടെ ചെയ്യും എന്നുള്ളതാണ് പറയാനുള്ളത്.